ഇന്നിപ്പോൾ ഞാനിവിടെ ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു തോരനാണിത്. അതിന് വേണ്ടിയിട്ട് 2 ബീട്രൂട്ട് എടുത്തത്, ഒരു സവാള, താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില, കടുക്, ചെറിയ ജീരകം, 2 പച്ചമുളക്, ഒരു വറ്റൽമുളക്, 1/2 കപ്പ് തേങ്ങ. ബീട്രൂട്ടിൻ്റെ കണക്കനുസരിച്ച് എടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പം ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടാണ്, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ സവോള ഇതാണ്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഈ ചെറിയ ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്താലും മതിയാവും. ഇത് നമ്മൾ മിക്സിയിലേക്ക് അരയ്ക്കുന്നില്ല, ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുക. ഇനി ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പൊട്ടി വരുമ്പോഴേക്ക് ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, മുറിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില ഇതിലേക്ക് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നിറയെ കീറിയിട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇടാം. ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. നോക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീട്രൂട്ട് പെട്ടെന്ന് തന്നെ വേകുന്ന ഒരു വെജിറ്റബിളാണ്. ബീട്രൂട്ടിൽ തന്നെ അതിൻ്റെ വെള്ളം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വേകും. നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്ക് തീ ഓഫ് ചെയ്യാം. ബീട്രൂട്ട് തോരൻ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.